പിടിച്ചവരുടെ 100ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തെവിടെ ചെന്നാലും ഒരു മലയാളിയെ നമ്മൾ കണ്ടുമുട്ടും എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ ലോകത്തിൽ ഏത് രാജ്യത്ത് ചെന്നാലും ക്രിസ്ത്യൻ ധ്യാനം കൂടിയ ഒരാളെയെങ്കിലും കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോട്ടയത്ത് കളത്തിപ്പടിയിലുള്ള ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററും സുപ്രസിദ്ധ വചന പ്രഘോഷകനുമായ ബ്രദർ സന്തോഷ് ടി ഇന്ന് ഈ 100ാം എപ്പിസോഡിൽ ദൈവം തന്നെ നടത്തിയ വഴികളെക്കുറിച്ച്, ആ വിധങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തെ പ്രാർത്ഥനയോടെ ശ്രമിക്കാം. ബ്രദറെ സ്വാഗതം. ബ്രദറെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് 100ാമത്തെ എപ്പിസോഡാണ്. അപ്പം ഈ പ്രത്യേകതയുള്ള ഈ ദിവസം വളരെ പ്രത്യേകതയുള്ള ഒരാളെ തന്നെ വിളിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സന്തോഷ് ബ്രദറിനെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തത്. വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ 100ാം എപ്പിസോഡിൽ അങ്ങയെ കൊണ്ടുവന്ന് അങ്ങയുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഈ കുട്ടികളുടെ മേഖല തിരഞ്ഞെടുക്കാനായിട്ട്, അതായത് അങ്ങയുടെ ശുശ്രൂഷകളിൽ ബഹുഭൂരിപക്ഷവും ബാല്യങ്ങളും കൗമാരങ്ങളും ഉൾപ്പെടുന്ന കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്ന ഒരു ശുശ്രൂഷയാണല്ലോ. അപ്പം ഇങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഞാൻ നവീകരണ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് 1984 അന്ന് എനിക്ക് +2 അല്ലെങ്കിൽ അന്നത്തെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് പരീക്ഷ എഴുതിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ധ്യാനം കൂടുന്നത്. ധ്യാനം കൂടി അവിടെ വെച്ചാണ് യേശു അനുഭവം എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. പക്ഷെ അതിനു മുമ്പ് എൻ്റെ വീട് ഒരു ഇടതുപക്ഷ ചിന്താഗതി ആ പ്രവർത്തനമായതുകൊണ്ട് ചെറുപ്പത്തിലൊന്നും ഞാൻ പള്ളിയിലൊന്നും പോകാനോ പള്ളിയായിട്ട് യാതൊരുവിധ ബന്ധങ്ങളിലും അല്ല ഞാൻ വളർന്നു വന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അപ്പനായിട്ടായിരുന്നു. പപ്പ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു. KGTA എന്ന് പറയും, ഒരു അധ്യാപകനായിരുന്നു. KGTAയുടെ മെയിൻ പ്രവർത്തകനായിരുന്നു എല്ലാത്തിലും. അപ്പം നിങ്ങളാരും പള്ളിയിലൊന്നും പോകത്തില്ലായിരുന്നു? ഇല്ല, പോയിട്ടില്ല. ചെറുപ്പത്തിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ ആദ്യ കുർബാന സ്വീകരണമൊക്കെ? ആദ്യ കുർബാന സ്വീകരണം ഏതോ ഒരു ഓർമ്മയിൽ ഞാൻ ഓർക്കുന്നു. പേര് നടത്തിയിട്ടുണ്ടാവും. വെല്ലുമച്ചി പിടിച്ചുകൊണ്ട് പോയി ഒരു പള്ളിയിൽ കൊണ്ടുപോയി നിർത്തി. നമ്മൾ വെള്ള ഉടുപ്പും അന്നത്തെ ഒരു എങ്ങനെയാണെന്ന് നമുക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പക്ഷെ ഇത് സ്വീകരിക്കാൻ ആരും പങ്കെടുത്തില്ല. അപ്പൻ പള്ളിക്കാരന് സ്വഭാവമല്ലായിരുന്നു? ഇല്ല, പപ്പ പള്ളി കയറുകയല്ല, പക്ക കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പപ്പ പള്ളിക്കാരൻ. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലൊക്കെ കിടന്നു. അങ്ങനെ ഒരു നല്ല തീവ്രമായിട്ടും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെയുള്ള ഒരു ബാല്യ അനുഭവങ്ങളിലൂടെ വളർന്നു വന്ന ഒരാള് ഈ +2 കഴിഞ്ഞപ്പോൾ ധ്യാനത്തിന് പോകാനുള്ള കാരണം എന്തായിരുന്നു? അപ്പം അത് ഞങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞങ്ങൾ ഇപ്പോൾ ഒരു നല്ലൊരു പാർട്ടി പ്രവർത്തകനായിട്ട് അതോടൊപ്പം ഞങ്ങളും അതേ ആശയത്തോടു കൂടി മുന്നേറുന്നൊരു കാലഘട്ടത്തിൽ ഞങ്ങളിങ്ങനെ സ്പോർട്സിലോട്ടൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കാനായിട്ട്. അപ്പോൾ ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ പെങ്ങളും നന്നായിട്ട് കളിക്കും. കളിയിൽ കയറി വന്നപ്പോൾ അന്നത്തെ പാർട്ടിയുടെ ചിന്ത അനുസരിച്ച് ഷട്ടിൽ കളി മുതലാളിത്തത്തിൻ്റെ കളിയാണ്. അത് കളിക്കാൻ തുടരാൻ പാർട്ടിയിൽ ബുദ്ധിമുട്ടൊക്കെ വന്നു. അതുകൊണ്ട് പക്ഷേ പപ്പ അന്ന് ചിന്തിച്ചത് ഷട്ടിലാണെങ്കിൽ സാധ്യതകളുണ്ട്, കയറി വരാൻ, സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടും, ജോലി കിട്ടും. അങ്ങനെ ഞങ്ങൾ അപ്പോൾ പപ്പ എന്ത് ചെയ്യുന്നു, പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥലത്തു നിന്നൊക്കെ മാറി പതുക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പതുക്കെ മാറാൻ തുടങ്ങി. പക്ഷെ പള്ളിയിലൊന്നും പോകുന്നില്ല. കളിയിൽ ഞങ്ങൾ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു, നന്നായിട്ട് വന്നു. ഞാൻ സ്റ്റേറ്റ് ടീമിലൊക്കെ വന്നു. പെങ്ങള് സബ് ജൂനിയർ ആയിരിക്കും, ജൂനിയറിൽ ഇന്ത്യൻ റാങ്കിൽ നമ്പർ 1 വന്നു. ചേട്ടനും അതുപോലെ തന്നെ കളിയിലല്ല. അപ്പോൾ ഞങ്ങൾ ഷട്ടിൽ കുടുംബമായിട്ട് അറിയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ കളിയുടെ മാക്സിമത്തിൽ നല്ല രീതിയിൽ കയറി വന്ന സമയത്താണ് വീട്ടിലിങ്ങനെ ഒത്തിരിയേറെ തകർച്ചകളും വിഷമങ്ങളും വേദനകളും ഉണ്ടാകാൻ തുടങ്ങി. പാർട്ടിയോടുള്ള ബന്ധം വിട്ടതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളാണോ? അല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കളിയിൽ അപ്രതീക്ഷിതമായ പരാജയങ്ങൾ വരുന്നു, ചില ബുദ്ധിമുട്ടുകൾ പല രീതിയിൽ. അപ്പോൾ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്. അപ്പോൾ പപ്പായുടെ ചില കൂട്ടുകാർ പറഞ്ഞു, നിങ്ങളിങ്ങനെ മക്കൾ 3 പേരും കളിയിൽ നന്നായിട്ട് ശോഭിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ മന്ത്രവാദമോ കൂടോത്രോ അങ്ങനെയൊക്കെ ചെയ്തായിരിക്കാം. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അതിനകത്ത് അല്പമെങ്കിലും വിശ്വസിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ പപ്പ അത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടോ ഒന്നും അറിയത്തില്ലല്ലോ. നമുക്ക് ബൈബിൾ അറിയത്തില്ല, ബൈബിളുമായിട്ടുള്ള വലിയ ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ പപ്പ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു അന്വേഷണമായി. അപ്പോൾ ആ അന്വേഷണത്തിൽ എന്ത് ചെയ്തു, ആ സമയത്താണ് ഞങ്ങളുടെ കളിയിൽ വീണ്ടും പരാജയങ്ങൾ വരുന്നു, മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്തൊരവസ്ഥ. ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോന്
അവർക്കൊരു മോൻ ജനിച്ചു, അമ്മയുടെ ആങ്ങളൊക്കെ. അത് ആ കുട്ടിക്ക് മരിക്കുമെന്ന് പറഞ്ഞു. മുമ്പോട്ട് പോകാൻ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട മരിച്ചുപോയ സെബാസ്റ്റ്യൻ മുണ്ടഞ്ചേരി അച്ഛനെ കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് അവിടെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അങ്കിൾ ഹോസ്പിറ്റലിൽ നിന്നിട്ട് എൻ്റെ പപ്പായെ വിളിച്ചു പറഞ്ഞു, അച്ഛനെ ഒന്ന് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ ചോദിച്ചു. അപ്പോൾ പപ്പ എൻ്റെ ഓട്ടോറിക്ഷ പിടിച്ച് അച്ഛനെ കോട്ടയത്ത് മെഡിക്കൽ സെൻ്ററിൽ കൊണ്ടുവന്ന് ഈ കുറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചു, ഡോക്ടർ ഉപേക്ഷിച്ചു, കണ്ടവരെല്ലാം കണ്ടോളാൻ പറഞ്ഞു. പക്ഷെ അന്ന് പ്രാർത്ഥന കഴിഞ്ഞ ശേഷം അച്ഛൻ തിരിച്ചു പോയി. ഞങ്ങളെല്ലാം ഈ കുട്ടി മരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ 2-3 മണിക്കൂർ കൊണ്ട് കുട്ടി എന്ത് ചെയ്യുന്നു, നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരുന്നു. 2 ദിവസം കൊണ്ട് ഡിസ്ചാർജ് ചെയ്തു. അത്ഭുതകരമായ സൗഖ്യം ലഭിച്ചു. അപ്പോൾ പപ്പായിക്ക് തോന്നി ഈ അച്ഛൻ്റെ അടുത്ത് പോയൊന്ന് പ്രാർത്ഥിക്കാണ്. അങ്ങനെ അച്ഛനെ കാണുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു നിങ്ങളെല്ലാവരും വന്ന് ധ്യാനം കൂടാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം എൻ്റെ പപ്പായും മമ്മിയും എൻ്റെ പെങ്ങളും ആദ്യമായിട്ട് മഞ്ഞുമേൽ, അന്ന് മഞ്ഞുമേൽ മാത്രമേ ഉള്ളൂ ധ്യാനമുള്ളൂ, അവിടെ പോയി ധ്യാനം കൂടി. ഏത് കാലഘട്ടം? അത് 82-83 കാലഘട്ടങ്ങളിലാണ്. അന്ന് മഞ്ഞുമേൽ മാത്രമേ ഉള്ളൂ. മുണ്ടഞ്ചേരിച്ചനാണ് ധ്യാനം ലീഡ് ചെയ്യുന്നത്. അവിടെ പോയി ധ്യാനം കൂടി. ധ്യാനത്തിൽ വെച്ച് അവരെ ദൈവം തൊട്ടു, സൗഖ്യപ്പെടുത്തി. മമ്മിക്കും സൗഖ്യം കിട്ടി, പെങ്ങൾക്കും സൗഖ്യം കിട്ടി, കുടുംബത്തിൽ. അങ്ങനെ അതിനുശേഷം ആദ്യമായിട്ട് ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് പ്രാർത്ഥനകളൊക്കെ ആരംഭം കുറിച്ചു. അതായത് നമ്മുടെ ഓർമ്മയിൽ ആദ്യമായിട്ട് കുടുംബത്തിൽ പ്രാർത്ഥന ആരംഭിച്ചു. ആ സമയത്ത് അങ്ങേക്ക് എത്ര വയസ്സ് കാണും? അന്നേരം ഞാൻ +1, അന്നത്തെ 16 വയസ്സ് കാണും. 16 വയസ്സ് കാണും. അപ്പോൾ പ്രാർത്ഥന ആരംഭിച്ചു. അപ്പം എനിക്ക് അത്ഭുതമായി തോന്നി എന്ത് പറ്റിയെന്നുള്ളത്. അതുവരെയും ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യം മോശമായിരുന്നു. പ്രാർത്ഥന ആരംഭിക്കുന്നു. പക്ഷെ ആ പ്രാർത്ഥനയിൽ പപ്പായ്ക്കും മമ്മിക്കും പെങ്ങൾക്കും ഉണ്ടായ മാറ്റങ്ങളൊക്കെ ഞങ്ങളെ സ്വാധീനിച്ചു. അതിൻ്റെ പിറ്റേ വർഷം ചേട്ടൻ എന്ത് ചെയ്യുന്നു, ധ്യാനം കൂടാൻ പോയി. ചേട്ടൻ അന്നേരം SFIയുടെ കോളേജിലെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിനും അവിടെ വെച്ച് ദൈവാനുഭവം കിട്ടുന്നു. അദ്ദേഹവും എന്ത് ചെയ്യുന്നു, കുടുംബത്തിലെ പ്രാർത്ഥനയിൽ കൂടി. അങ്ങനെ ഇവർക്കുണ്ടായ മാറ്റങ്ങളും ഇവർ അനുഗ്രഹിക്കപ്പെടുന്ന കണ്ടപ്പോൾ അപ്പോഴേക്ക് ഞാൻ +2 പരീക്ഷ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ സ്പോർട്സ് കോട്ടയിലാണ്. അപ്പം എനിക്ക് തോന്നി ഈ ധ്യാനം കൂടിയാൽ പരീക്ഷയ്ക്ക് ജയിക്കുമെന്ന്. കാരണം നമ്മളിങ്ങനെ വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടും ഓടിപ്പിപ്പോയിരുന്നു. അപ്പം ധ്യാനം കൂടി അത്ഭുതം കിട്ടും, സൗഖ്യം കിട്ടുമെന്ന് ആ വിശ്വാസത്തിൽ ഞാനും പോയി ധ്യാനം കൂടുന്നത്. പക്ഷെ ആ ധ്യാനത്തിൽ വെച്ച് ഞാൻ ധ്യാനം കൂടുന്നത് SVD ധ്യാന കേന്ദ്രത്തിലാണ്. ബഹുമാനപ്പെട്ട മരിച്ചുപോയ സെബാസ്റ്റ്യൻ പൊട്ടാനിച്ചനാണ് എന്നെ ധ്യാനിപ്പിക്കുന്നത്, കടുത്തുരുത്തിയിൽ. അപ്പോൾ ആ ധ്യാനത്തിൽ വെച്ച് വചനമെല്ലാം കേട്ടപ്പോൾ എനിക്ക് ഈശോയോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അപ്പോൾ ഈശോയെ സ്നേഹിക്കണം. പക്ഷേ ഞാനൊരു ഗ്യാപ്പ് ഇട്ടു. എനിക്ക് അന്നേരം 18 വയസ്സാകുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇത്ര ചെറുപ്പത്തിൽ ധ്യാനം കൂടിയാൽ അത് സന്തോഷങ്ങളെല്ലാം കാരണം പല പാവങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഇനി ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ആ ധ്യാനത്തിൽ ഒരു മനസ്സുകൊണ്ട് തീരുമാനം എടുത്തു. ഈ ധ്യാനം കഴിഞ്ഞ ഒരു 6 മാസത്തിന് കഴിഞ്ഞ് വീണ്ടും ഞാൻ ധ്യാനം കൂടാൻ വരും. അപ്പോൾ ഞാൻ പരമാവധി എല്ലാ ജീവനം എന്താണെന്ന് അറിഞ്ഞ് തിരിച്ചു വരാമല്ലോ എന്ന് ഓർത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധ്യാനത്തിൻ്റെ 5 ദിവസം ധ്യാനം. അന്ന് അച്ഛൻ അനൗൺസ് ചെയ്ത് ഇന്നത്തെ കുർബാന സമയത്ത് ജീവനം സമർപ്പിക്കണം. അന്ന് ഈ ഓസ്തി എടുത്ത് എന്ത് ചെയ്യണം, പുറകിൽ നിന്ന് എടുത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ട് ജീവനം സമർപ്പിക്കുന്ന പറയണം. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. കാരണം ഞാൻ അതിനോട് ഒരുക്കമൊന്നുമില്ല. എൻ്റെ മനസ്സിൽ മുഴുവൻ ഒരു 6 മാസം ഗ്യാപ്പാണ് കിടക്കുന്നത്. അപ്പം എനിക്ക് ടെൻഷൻ വന്നു. ഞാൻ പോയി അച്ഛനെ അടുത്ത് പോയി സംസാരിച്ചു, അച്ഛാ എനിക്കൊരു 6 മാസം. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ SVD ഞാൻ കേന്ദ്രത്തിൽ അവിടെ ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് ദൈവമേ എനിക്കൊരു 6 മാസം കൊണ്ട് ഗ്യാപ്പ് തരണം പോയി വരുവാനായിട്ട്. പക്ഷേ അതിന് ശേഷം ഞാൻ ബൈബിൾ തുറന്ന് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയത് 10 കന്യകമാർ ഉപമയാണ്. 5 പേര് വിളക്കിൽ എണ്ണ എടുക്കുന്നു, 5 പേര് വിളക്കിൽ എണ്ണ എടുത്തിട്ടില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു പേടി വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അന്ന് ധ്യാനത്തിൽ പഴയൊരു ബിൽഡിങ്ങിലാണ്. ഞാൻ താഴോട്ട് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുവാണ് ഈശോ വരുന്നതായിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ വന്നാൽ എൻ്റെ കാര്യം അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ വ്യക്തിപരമായി കണ്ടു, പ്രാർത്ഥിച്ചു. അതിനുശേഷം മനസ്സുകൊണ്ട് തീരുമാനം എടുത്തു ഈശോയ്ക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കാന്ന്. അങ്ങനെ ഞാൻ ഓസ്തി എടുത്ത് പേടിച്ചു. എന്നുവെച്ചാൽ ഈശോ വന്നതിൻ്റെ കാര്യം 6 മാസത്തിനുള്ളിൽ കർത്താവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീർന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ച് സമർപ്പിച്ചു, ധ്യാനം പൂർത്തീകരിച്ച് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോയിരിക്കും. ശരിക്കും ഞാൻ ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ, ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്ന് വന്നയാൾ
അങ്ങനെയുള്ള പ്രത്യയശാസ്ത്രങ്ങളും അതിൻ്റെ പഠനങ്ങളും എല്ലാം തലയ്ക്കകത്തിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം കുറച്ച് വചനമൊക്കെ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഒരു മാറ്റം അത്ര പെട്ടെന്ന് സാധ്യമാവുമോ അത്? സാധ്യമാണെന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ പിന്നീട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഉണ്ടല്ലോ. ശരിക്കും നമ്മൾ ഒരിക്കൽ പോലും വിശ്വാസം എന്താണെന്നോ വിശ്വാസ പ്രമാണം എന്താണെന്നോ ഒന്നും അറിയാൻ മേലെങ്കിലും അന്നത്തെ വചനത്തിലൂടെ വചന ശുശ്രൂഷയിൽ ലഭിക്കുന്ന യേശുവിനോടുള്ള സ്നേഹമാണ്. നമ്മൾ 5 ദിവസം ഞായറാഴ്ച വൈകുന്നേരം തുടങ്ങുന്ന ധ്യാനം ശനിയാഴ്ച രാവിലെയാണ് തീരുന്നത്. പക്ഷേ അതിൻ്റെ പഠനം മുഴുവൻ യേശു കേന്ദ്രീകൃതമാണ്. അപ്പോൾ യേശു എനിക്ക് വേണ്ടി മരിച്ചു, യേശു ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ എത്രമാത്രം അന്നത്തെ എൻ്റെ അവിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും അതിനെ അതിജീവിക്കുന്ന ഒരു വിശ്വാസം ദൈവം കൃപയാൽ തന്നു. ഈ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? വീട്ടിൽ വന്നു ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ കുടുംബപ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ പപ്പായ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒത്തിരി പേരെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി ഇങ്ങനെ പ്രവർത്തിച്ച് പലരെ. അപ്പോൾ അതിനൊരു നിയോഗമായിട്ട് എന്ത് ചെയ്തു, അങ്ങനത്തെ വീടുകളിൽ പോയി ആൾക്കാരെ കണ്ട് അവരെയെല്ലാം എന്ത് ചെയ്തു ധ്യാനത്തിൽ പറഞ്ഞയക്കാനായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ ആദ്യത്തേത്. അപ്പോൾ എൻ്റെ പപ്പ അന്ന് ധ്യാനം കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ഈശോയുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചു സ്ഥാപിച്ചു. അതിനുശേഷം അടിയിൽ അടിച്ചൊരു വചനമുണ്ട്. ആ വചനം ജോഷുവ 24:15 ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അന്ന് പപ്പ പറയുമായിരുന്നു ഞങ്ങൾ ഒരുമിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇനിയും മിച്ചമുള്ളതെല്ലാം കർത്താവിന് വേണ്ടിയാണ്, കർത്താവിന് വേണ്ടി മാത്രമായിരിക്കണം. കാരണം നമ്മൾ മുഖാന്തരം സഭയ്ക്കും സമൂഹത്തിനൊക്കെ ഒത്തിരിയേറെ ക്ഷതങ്ങൾ വന്നു. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതാണ്. ആദ്യം ഞങ്ങൾ ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങിയുള്ള പപ്പായും മമ്മയും ശുശ്രൂഷ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഷട്ടിലൊക്കെ എന്ത് ചെയ്യുന്നു, കളിയിലും തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഷട്ടിൽ കളിക്കാൻ പോകുമ്പോഴൊക്കെയാണ് എനിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ച് ഞാൻ തിരിച്ചറിഞ്ഞത്. അത് മറ്റൊന്നുമല്ലായിരുന്നു, ഞാൻ ഷട്ടിൽ കളിക്കാനായിട്ട് ധ്യാനം കൂടുന്നതിന് മുമ്പ് പോകുമ്പോഴെല്ലാം എന്ത് ചെയ്യുന്നു, എനിക്ക് കളിയിൽ മാത്രം ജയിക്കണം, അതിൽ മാത്രം ശ്രദ്ധ. പക്ഷെ പിന്നെ ആ സമയത്ത് വല്ലപ്പോഴുമൊക്കെ ഞാൻ പള്ളിയിൽ പോകുന്നത് ആരുടെയെങ്കിലും മരണമോ കല്യാണമോ ഒക്കെ വരുമ്പോൾ പള്ളി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിലൊരു രോഷമാണ്. ഇത്രയും വലിയ സമ്പത്ത്, ഇത്രയും വലിയ ഹോള് രാവിലത്തെ അരമണിക്കൂറിന് വേണ്ടി എന്ത് ചെയ്യുന്നു ഉപയോഗിച്ചതിന് ശേഷം ചുമ്മാ അടിച്ചിടുക. അത് വിട്ടു തരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സുന്ദരമായിട്ട് ഷട്ടിൽ കളിക്കാം, ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടാക്കാം. അപ്പം നമുക്കൊരു അതിലൊരു ഇതുണ്ടല്ലോ സന്തോഷവും. അപ്പം നമ്മൾ പള്ളിയുടെ പ്രധാന ചടങ്ങുണ്ടല്ലോ, കല്യാണത്തിൻ്റെ താലി കെട്ടിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനത്തെ ഡിസ്കഷനൊക്കെയാണ്. പക്ഷേ ഞാൻ ധ്യാനം കൂടി വന്നതിന് ശേഷം ഞാൻ എവിടെയെങ്കിലും ഒരു സ്റ്റേഡിയത്തിൽ കളിക്കാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ സ്റ്റേഡിയത്തിൽ വെച്ച് അങ്ങനെ ബൈബിൾ കൺവെൻഷൻ നടത്താണ്. പക്ഷെ ആദ്യമൊന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് എനിക്ക് വലിയൊരു സത്യം മനസ്സിലായി. ക്രിസ്തു ഉള്ളിൽ വന്നപ്പോൾ എന്ത് ചെയ്തു, 2 കൊരിന്തോസ് 5:17 ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു അഭിഷേകമാണ് എന്നുള്ള തിരിച്ചറിവ് കിട്ടി. അതിനുശേഷം ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമായിരുന്നു, ദൈവമേ എൻ്റെ ബാല്യത്തിൽ എനിക്ക് യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം പക്ഷേ ഞാൻ അന്നൊന്നും എനിക്ക് ഒന്നും ചെയ്യാൻ അറിയാൻ മേല. അപ്പോൾ ഞാൻ കോട്ടയത്ത് ലൂർദ് പള്ളിയിലെ പ്രേ ഗ്രൂപ്പിന് പോകും. എനിക്ക് പ്രേ ഗ്രൂപ്പ് പോകുമ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞ് സ്തുതിക്കാനൊന്നും അറിയത്തില്ല. പക്ഷേ 3 മണിക്കാണ് പ്രേ ഗ്രൂപ്പ്. ഞാൻ 3 മണിക്ക് മുമ്പ് കണ്ണടയ്ക്കും, 5 മണിക്ക് ശേഷം കണ്ണ് തുറക്കുള്ളൂ. കാരണം എല്ലാവരും വട്ടത്തിലായിരിക്കുന്നത്. എനിക്ക് അന്നത്തെ ഇരിക്കുന്ന ആൾക്കാരെ ഫേസ് ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് പേടി. പക്ഷേ എൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമാണ്, എനിക്ക് നഷ്ടപ്പെട്ടത് എന്ത് ചെയ്യണം, വേറെ ആൾക്ക് നഷ്ടപ്പെടരുത്, അവർ യേശുവിനെ അറിയണമെന്ന്. അങ്ങനത്തെ ചിന്തയിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെയാണ് മേരിക്കുട്ടി ചേച്ചിയെ പരിചയപ്പെടുന്നത്. അതെങ്ങനെയാണ് ഈ മേരിക്കുട്ടി ചേച്ചിയായിട്ടുള്ള ഒരു കണക്ഷൻ? മേരിക്കുട്ടി നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് നമുക്കൊന്ന് പറയാം. മേരിക്കുട്ടി ചേച്ചിയാണ് വാസ്തവത്തിൽ ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ മേരിക്കുട്ടി ചേച്ചിയായിട്ടുള്ള ഒരു ബന്ധം, നിങ്ങളുടെ കൂട്ടായ്മ അത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? മേരിക്കുട്ടി ചേച്ചി ഞങ്ങൾ ജീസൂത്തിൻ്റെ ഒരു പരിചയപ്പെടുന്നത് എറണാകുളത്ത്. അപ്പം അന്ന് ആ കാലഘട്ടങ്ങളിൽ മേരിക്കുട്ടി ചേച്ചിയുടെ വീട് കാഞ്ഞിരപ്പള്ളിയിലാണ്. അപ്പോൾ ചിലപ്പോൾ എമൗസിലെ മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ കോട്ടയത്ത് വന്നു, ചിലപ്പോൾ വീട്ടിൽ പോകാൻ വണ്ടിയില്ല അവർ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് വന്ന് താമസിക്കാൻ തുടങ്ങി. രാത്രി കിടക്കുന്നു, രാവിലെ എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷയെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ്. പക്ഷേ എല്ലാവർക്കും പറ്റുന്ന പോലെയൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ ചെയ്യണം. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ആ സമയത്ത് ചേച്ചിക്ക് നേരത്തെ കുറേ
ഞങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പ് 5-6 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുട്ടികളുടെ ഇടയിൽ ചേച്ചി ധ്യാനം കൂടി, യേശു അനുഭവം ലഭിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ കുട്ടികൾക്ക് വേണ്ടി മിനിസ്ട്രി തുടങ്ങാനായിട്ട് പ്രചോദനം കിട്ടിയായിരുന്നു. ആ പ്രചോദനത്തിൻ്റെ വെളിച്ചത്തിൽ ചേച്ചി കുട്ടികൾക്ക് വേണ്ടി ചെറിയ ചെറിയ കുട്ടികളുടെ ധ്യാനം എന്ന പേരിൽ ചേച്ചി തന്നെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ 85-ലൊക്കെ ചേച്ചിയെ പരിചയപ്പെട്ട്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, നീ വേണമെങ്കിൽ എന്ത് ചെയ്യുക, 85-86-ലൊക്കെ ആ കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യൻ ധ്യാനത്തിൽ സഹായിക്കാൻ വരാം. ക്രിസ്ത്യൻ ധ്യാനം എന്നല്ല, അന്ന് കുട്ടികളുടെ ധ്യാനം എന്നാണ്, സഹായിക്കാൻ വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ക്ലാസ് എടുക്കാനോ പാട്ട് പാടാനോ ഒന്നും അറിയില്ല. എന്നെ സംബന്ധിച്ചോളം ഒത്തിരിയേറെ ആന്തരിക മുറിവുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ ധ്യാനം കൂടിയിട്ട് ഞാൻ സെക്കൻഡ് സാറ്റർഡേയിൽ ലൂർദ് പള്ളിയിൽ കരിസ്മാറ്റിക്കിൻ്റെ പ്രോഗ്രാമിന് പോകുമ്പോൾ ഞാൻ ഔട്ട്സൈഡ് പ്രോഗ്രാം വർക്കുണ്ടല്ലോ, ബാത്റൂം ക്ലീൻ ചെയ്യുക, കാപ്പി അനത്തുക. അന്നൊക്കെ ഞാൻ സ്റ്റേജിൻ്റെ ഓഡിറ്റോറിയത്തിന് പുറകിൽ നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു പ്രൈസിലോട് സ്റ്റേജിൽ വെച്ച് പറഞ്ഞിട്ട് മരിക്കണം എന്നാണ് എൻ്റെ അന്നത്തെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ നമുക്കൊന്നും ഇല്ല. അപ്പോൾ ചേച്ചി ഇങ്ങനെ പരിചയപ്പെട്ടു, കൂടെ ചെല്ലാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ ചേച്ചി അന്ന് ക്രിസ്ത്യൻ ധ്യാനം നടത്തുമ്പോൾ പാവകളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം സ്ക്രീനിൻ്റെ മറവിൽ. പിന്നെ നമ്മൾ പാട്ട് ക്ലാസ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിക്ക് ചേച്ചിട്ട് കൂടെ വല്ലപ്പോഴൊക്കെ ഉള്ളൂ. ഇടയ്ക്ക് പോയി എന്ത് ചെയ്യുന്നു, സഹായിക്കാനായിട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 87-ൽ ഞാൻ വീണ്ടും ഒരു ധ്യാനം കൂടി ഞാനിങ്ങനെ എന്നെ അന്ന് കൗൺസിലിംഗ് നടത്തി ഫിലോ ചേച്ചി ഉണ്ടല്ലോ തലശ്ശേരിയിലുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഈശോ അത്ഭുതകരമായ സൗഖ്യം തരാം. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് നിന്ന് പറഞ്ഞു, ചേച്ചി അപ്പോഴേക്കും എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം എൻ്റെ ബാല്യം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ എനിക്കിങ്ങനെ ആന്തരിക മുറിവ് കാരണം ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, ഒരാളോട് മിണ്ടാൻ പറ്റുന്നില്ല, ഒത്തിരി വിഷമങ്ങളാണ്. അപ്പോൾ ചേച്ചി എനിക്ക് വേണ്ടി സമയമെടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം ബൈബിൾ തുറന്ന് എനിക്കൊരു വചനം തന്നു. അത് ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. എന്നോട് പറഞ്ഞു, ഇതാണ് നിനക്കുള്ള വചനം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നീ എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഈ വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷേ ആ സമയത്ത് ഞാനിങ്ങനെ പത്രത്തിൻ്റെ ഏജൻ്റായിട്ട് പത്രം ഇടാൻ പോയിരുന്നു രാവിലെ. ഇതിനിടയിൽ ഈ പ്രീ ഡിഗ്രി കൊണ്ട് ഉള്ള വിദ്യാഭ്യാസം അതിനുശേഷം പിന്നെ മുന്നോട്ട് പോയില്ലായിരുന്നു? ഞാൻ പ്രീ ഡിഗ്രിക്ക് ഇംഗ്ലീഷിന് തോറ്റുപോയി, ധ്യാനം കൂടി. പക്ഷേ എൻ്റെ പ്രതീക്ഷ കൂടെ ധ്യാനം കൂടിയാൽ ജയിക്കുമെന്നായിരുന്നു. പക്ഷെ പിന്നെ വീണ്ടും ഈ ശരിക്കും പറഞ്ഞാൽ ധ്യാനം കൂടാൻ പോയത് തന്നെ ജയിക്കാൻ വേണ്ടി, പ്രീ ഡിഗ്രി എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു. കാരണം അന്ന് ഞാൻ ജയിച്ചില്ല. ഇല്ല, അന്ന് ഞാൻ സ്റ്റേറ്റ് ടീമിലുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിലുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താണ് പഠിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ജയിച്ച് കിട്ടിയാൽ സ്പോർട്സ് കോളേജിൽ എന്ത് ചെയ്യുന്നു, എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടും. പിന്നെ ഈസിയായിട്ട് പഠിക്കാവുന്ന ഓർത്താണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നടന്ന അത്ഭുതങ്ങളാണ് എന്നെ എന്ത് ചെയ്തു ഈ ധ്യാനം കൂടാനായിട്ട് പ്രേരിപ്പിച്ചത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല. പക്ഷേ എനിക്ക് ഈ ജീവിതത്തിൽ മാറ്റം വന്നു. ഈ സ്പോർട്സ് പിന്നെ എന്താ ബ്രേക്ക് ചെയ്തത്? ഞാൻ സ്പോർട്സിൽ പിന്നീട് ആക്റ്റീവായിട്ട് കുറച്ച് നാളുണ്ടായിരുന്നു. പിന്നെ ഞാൻ ശുശ്രൂഷാ രംഗത്തോട്ട് വന്നപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഞാൻ പതുക്കെ 88-ൽ ക്രിസ്റ്റീൻ്റെ കുട്ടികളുടെ 100ാമത്തെ ധ്യാനമായിട്ടാണ് 89-ൽ ക്രിസ്റ്റീൻ 18 വരുന്നത്. അന്നിങ്ങനെ ഒരു മീറ്റിങ്ങിൻ്റെ സമയത്ത് എന്നെ ക്രിസ്റ്റീൻ 89-ൻ്റെ മൊബിലൈസേഷന് ചാർജ് ഏൽപ്പിച്ചു. ഇങ്ങനെ എല്ലായിടത്തും പോയി ഇങ്ങനെ ധ്യാനത്തെക്കുറിച്ച് പറയാം. അങ്ങനെ ഞാൻ അത് പിന്നീട് ഒരു ഫുൾ ടൈം ആയിട്ട് മാറി. അന്ന് 89 തൊട്ട് ശുശ്രൂഷ ഫീൽഡിലോട്ട് വന്നു. പക്ഷെ ഇന്നിപ്പോൾ ഇതുവരെയും ആ ഓട്ടം ദൈവകൃപയാൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷ ആരംഭിച്ചത്. നമ്മൾ ബോധപൂർവം ഇങ്ങനെ അന്നേരം കുട്ടികളുടെ ധ്യാനം നടത്താം, കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കാം എന്ന് വിചാരിച്ചിറങ്ങിയതല്ല. വാസ്തവത്തിൽ അതിലേക്ക് ഇങ്ങനെ നയിക്കപ്പെടുകയാണ്. ഈ കുട്ടികളുടെ ഇടയിലുള്ള ശുശ്രൂഷയിൽ വാസ്തവത്തിൽ അങ്ങ് ശരിക്കും സംതൃപ്തനാണോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം നമ്മൾ അതിൻ്റെ സംതൃപ്തി അറിയുന്ന ഇപ്പോഴാണ്. ഇപ്പം എവിടെ ചെന്നാലും നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മളെ അറിയുന്ന ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രൊഫഷണൽ ഹൗസിൽ പോയി. അവിടെ ചെന്നപ്പോഴും അവിടെ ഇരിക്കുന്ന സിസ്റ്റർമാരെല്ലാവരും നമ്മളെ അറിയുന്നവർ. അപ്പം എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു, ചോട്ടി ചോട്ടി ജീവന കാടി യേശുതരും ആനന്ദം സ്വർഗീയ ആനന്ദം, ഈ പാട്ട് പാടി. അപ്പം ഞാൻ ചോദിച്ചത് എവിടുന്നാ പഠിച്ച്? 6ാം ക്ലാസ് വെച്ച്. അന്ന് നമ്മൾ ക്രിസ്ത്യനിൽ അന്ന് നമ്മൾ ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രയിലായിരുന്നു. അത് നിങ്ങൾ സ്കൂളുകളിൽ പോയി ധ്യാനങ്ങൾ നടത്തുമായിരുന്നു. അങ്ങനെ അന്ന് കുട്ടികൾ ധ്യാനം കൂടി കഴിയുമ്പോൾ അതിനകത്ത് പടയാളി ക്യാമ്പുണ്ട്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള നേതൃത്വ പരിശീലനം. അങ്ങനെ കൂടിയവരൊക്കെ ഇഷ്ടംപോലെ അച്ഛന്മാരെയും സിസ്റ്റർമാരെയൊക്കെ അനേക സ്ഥലങ്ങളിൽ വെച്ച് കാണുവാനായിട്ട് സാധിച്ചു.
ഈ ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രം എന്ന് പറയുന്നത് ശരിക്കും ഇന്ന് ഇരിക്കുന്ന ആ സ്ഥലം അത് നിങ്ങളുടെ കുടുംബ വീടുക്കും അതിനോടൊക്കെ ചേർന്നുള്ള സംഭവം തന്നെയായിരുന്നല്ലോ. അതെ. അപ്പോൾ അവിടെ എങ്ങനെ ഈ വീടിനോട് ചേർന്ന് ഒരു ധ്യാന കേന്ദ്രം ആരംഭിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? വീടിനോട് ചേർന്ന് ധ്യാനകേന്ദ്രം ആരംഭിക്കാൻ നമ്മൾ ഈ ക്രിസ്റ്റീൻ 89 നമ്മുടെ ഒരു ഓഫീസ് സംവിധാനം ഉണ്ടായിരുന്നു. കോട്ടയത്ത് ലൂർദ് പള്ളിയിലായിരുന്നു. അപ്പം ആ സംവിധാനം ബിൽഡപ്പ് ചെയ്ത് നന്നായിട്ട് വന്നു. അപ്പം നമ്മൾ അവിടെയാണ് ഒരുമിച്ച് കൂടുന്നത്, പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവിടെ ആ ക്രിസ്റ്റീൻ 89 പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ പള്ളിയിലെ ചില വ്യക്തികൾക്ക് ചില ബുദ്ധിമുട്ടുണ്ടായി. കാരണം പള്ളിയുടെ പ്രോഗ്രാം അല്ല, പക്ഷെ പള്ളിയുടെ സ്ഥലം നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടുന്ന് മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് മാറി നമ്മുടെ ചാക്കോച്ചനങ്ങളുണ്ട്, ഞങ്ങളുടെ ഒരു ആനിമേറ്ററായിട്ട്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ താഴെ കളത്തിപ്പടിയിൽ തന്നെ താഴെ ഒരു സെല്ലാറുണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട്, അദ്ദേഹം അടച്ചു കെട്ടിയിട്ട് ഞങ്ങൾക്ക് ഓഫീസായിട്ട് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ക്രിസ്റ്റീൻ്റെ 89 കഴിഞ്ഞു, ഇഷ്ടംപോലെ പ്രോഗ്രാമായി. അപ്പോൾ ആൾക്കാർ വരുന്നു, ഇവിടെ താമസിക്കുന്നു. അത് പിന്നീട് അവരുടെ കുടുംബത്തിന് എന്ത് ചെയ്യുന്നു, പ്രൈവസിക്ക് ബുദ്ധിമുട്ടായി. മറ്റൊന്നുമല്ല, ഇവിടെ ഒരു ഓഫീസുണ്ട്. അപ്പോൾ ഞങ്ങളാണ് അന്ന് കരിസ്മാറ്റിക്കിൻ്റെ ഫണ്ട് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സുവിശേഷ പെട്ടി എന്ന് പറഞ്ഞ് ഒരു ടെപ്പി കൊടുത്ത് വീടുകളെ കൊടുത്തു വിട്ട് അതിൻ്റെ ഓഫീസ് അന്ന് ക്രിസ്റ്റീന ചെയ്തുകൊണ്ടിരുന്നത്. എമോസിൻ്റെ കുട്ടികൾ മാത്രമേ അന്ന് നാഷണൽ കൺവെൻഷൻ്റെ ഒക്കെ സമയത്ത് ചെയ്ത. അപ്പോൾ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഓഫീസ് സംവിധാനം അവിടെ വന്നു. പ്രസിദ്ധീകരണങ്ങൾ വന്നു, ഈ കുടുക്കയുടെ പണി വന്നു, പിന്നെ ക്രിസ്റ്റീൻ്റെ പാട്ടുപുസ്തകവും പ്രാർത്ഥനാ പുസ്തകം എല്ലാം ആ വീട് കേന്ദ്രീകരിച്ചായി. അപ്പോൾ ഏത് രാത്രിയിലും ആൾക്കാരെന്ത് ചെയ്യുന്നു, വീട്ടിൽ വന്ന് ബെല്ലടിക്കും. അപ്പോൾ അവർ പറയും താഴെയാണ്. അങ്ങനെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസം വന്നപ്പോൾ അവർ നമ്മളെ ഇങ്ങനെ സൂചിപ്പിച്ചു എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് അതുവരെ വീടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കളത്തിപ്പടിയിൽ എന്ത് ചെയ്യുന്നു, ഒരു വീട് വെച്ച് ആ വീട് പണിക്ക് വേണ്ടി ഒരു ആസ്പെറ്റോസ്, നമ്മൾ ഒരു പണിപ്പര ഉണ്ടാകില്ല സിമെൻ്റൊക്കെ സൂക്ഷിക്കാനായിട്ട്. അങ്ങനെ ആ ചാക്കോച്ചങ്ങൾ പറഞ്ഞിട്ട് അവരുടെ വീട്ടിലൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നു ഈ ഷെട്ടിലോട്ട് ഓഫീസ് വരുന്നത്. അപ്പം ആ ഓഫീസ് വരാൻ ഒരു കാരണം ഈ ഒരു സാഹചര്യം വന്നു. ആ കൂടെ എൻ്റെ പപ്പായും മമ്മയും എൻ്റെ പെങ്ങളും ചേട്ടനും എല്ലാവരും ക്രിസ്ത്യൻ കുട്ടികളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ആ മേൽക്കുടി ചേച്ചിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. പിന്നെ മേൽക്കുടി ചേച്ചി ഞങ്ങളുടെ വീടിൻ്റെ ഒരു അംഗത്തെ പോലെയായി. അത്രമാത്രം ഗാഢമായ ബന്ധം വന്നു, നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ആ ഓഫീസിൻ്റെ തുടക്കം അവിടെ വരുന്നത്. ശരിക്കും പിന്നീട് ഈ വീടും ഓഫീസും എല്ലാം ഒന്നിച്ചായി എന്നുള്ളതാണ്. പിന്നീട് ഒന്നിച്ചായി. ശരി, ഈ ഒരു ധ്യാന കേന്ദ്രം എന്നൊക്കെ പറയുമ്പോൾ പൊതുവിൽ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ടല്ലോ, അവിടെ മിനിമം ഒരു പള്ളി ഉണ്ടാകണം, അല്ലെങ്കിൽ പള്ളിയുടെ സെറ്റപ്പ് ഉണ്ടാകണം, അച്ഛന്മാരുണ്ടാകണം, ഡെയിലി കുർബാന നടക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. പക്ഷേ ഇത് നമ്മളൊരു വീടിനോട് ചേർന്നിട്ടുള്ള ഒരു ശുശ്രൂഷാ കേന്ദ്രമാണിത്. പ്രത്യേകിച്ച് അവിടെ ചില പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിൽ ആരംഭിച്ചു എന്നും പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ രീതിയിലേക്ക് ഇത് മാറിയപ്പോൾ ഈ സഭയിൽ നിന്നുള്ള സമീപനം എങ്ങനെയായിരുന്നു? എന്തെങ്കിലും എതിർപ്പോ കാര്യങ്ങളൊക്കെ വന്നു? ഇതൊരു വീട്ടിൽ വെച്ചാണല്ലോ. അന്നത്തെ കാലത്ത് നമുക്കിത് ഒരിക്കലും നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തോ അനൗൺസ് ചെയ്തോ ഒന്നുമല്ല. ഗ്രാജുവലായിട്ട് ഇപ്പോൾ അവിടെ ഒരു ഓഫീസ് സംവിധാനം വന്നു. അപ്പം ഓഫീസ് സംവിധാനം ചെറുതായിട്ട്, കാരണം ക്രിസ്റ്റി മാസിക പ്രസിദ്ധീകരിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രിൻറ്റിങ്, അതിൻ്റെ കഥകൾ എഴുതുന്നു, അതിനുവേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോഴെല്ലാം ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി പ്രോഗ്രാമായിരുന്നു. അപ്പോഴാണ് ക്രിസ്റ്റീൻ 94 എന്നൊരു പ്രോഗ്രാം ഡിവൈനിൽ വെച്ച് വരുന്നത്, വലിയൊരു പ്രോഗ്രാം, മാസ് 20,000 പിള്ളേർ ഒരുമിച്ച് കൂട്ടിയ. അപ്പോൾ ആ പ്രോഗ്രാമിന് ശേഷം ഡിവൈനിൽ എന്ത് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് ശുശ്രൂഷയായി. ഇവിടെ ഒരു ചെറിയ ഓഫീസും പ്രവർത്തനങ്ങളെല്ലാം ഡിവൈനിലായിരുന്നു. 2000 ഡിവൈനിൽ ചില നേതൃത്വങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നപ്പോൾ അവിടുന്ന് പോരേണ്ടി വരുന്ന സാഹചര്യം വന്നു. അപ്പോഴാണ് ഞങ്ങളിവിടെ വന്ന് എന്ത് ചെയ്തു, ഓഫീസിനോട് ചേർന്ന് ഒരു ചെറിയ മാസിക പ്രിൻ്റ് ചെയ്യാനും, പ്രിൻ്റല്ല പാഴ്സൽ ചെയ്യേണ്ട ഒരു ചെറിയൊരു ഹോളുണ്ടായിരുന്നു, ചെറിയൊരു ഷെഡ്, അവിടെ വെച്ച് 2000 ധ്യാനം എന്ത് ചെയ്യുന്നു തുടങ്ങുന്നത്. ചെറിയ ധ്യാനം. കോട്ടയം കളത്തിപ്പടി ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനങ്ങളൊക്കെ ആരംഭിക്കുന്നത് 2000 കൂടിയാണ്. 1999 ഇങ്ങനെയുള്ള താമസമുള്ള ധ്യാനങ്ങളൊന്നും ഒന്നുമില്ല. അവിടെ ഒരു കുഞ്ഞൊരു ഓഫീസ് മാത്രം. അപ്പോൾ അതിനോട് ചേർന്ന് എൻ്റെ ചേട്ടൻ്റെ വൈഫ് സൗദിയിലായിരുന്നു. അവരതിനോട് ചേർന്ന് ഒരു ഇപ്പോൾ സ്ഥലമായിരിക്കും കണ്ടം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, നമ്മൾ ഇച്ചിരി മണ്ണിട്ട് പോക്കി ചെറിയൊരു പ്ലാസ്റ്റിക് ഷെഡ് ഉണ്ടാക്കി. കാരണം നമ്മൾ ഡിവൈനിന് പോന്നു കഴിഞ്ഞപ്പോൾ നമുക്കെങ്ങും പ്രോഗ്രാം ഇല്ലാത്തൊരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടായി. പക്ഷെ പിന്നീട് അത് ഗ്രാജുവലായിട്ട് വളർന്നു വന്നു. പിന്നെ കോട്ടയം രൂപത, ഞാൻ കോട്ടയം രൂപതക്കാരനാണ്. ഞങ്ങൾ
ജ്ഞാനായ കത്തോലിക്ക സമുദായത്തിൽ ഭാഗമാണ്. അപ്പം ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ അന്നത്തെ വികാരിച്ചനുണ്ട്, അന്നത്തെ തോമസ് മുള്ളവനാച്ചൻ. അച്ഛൻ ഈ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഇവിടെ ഒരു ഫംഗ്ഷന് സ്വാതന്ത്ര്യവും എല്ലാ കൂതാശകൾ പരിക്രമം ചെയ്യാനുള്ളതെല്ലാം അന്നത്തെ കോട്ടയം പിതാവായ കുന്നശ്ശേരി പിതാവിൽ നിന്ന് നമുക്ക് ഇടപെട്ട് വാങ്ങിച്ചു തരുമായിരുന്നു. അങ്ങനെയാണ് ധ്യാനകേന്ദ്രമായിട്ട് പിന്നീട് സഭയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ സപ്പോർട്ട് നമുക്ക് തുടക്കത്തിലേ കിട്ടി. തുടക്കത്തിലേ കിട്ടി. ആദ്യം കുറച്ച് സംശയത്തോടു കൂടി, അന്ന് അൽമാര് മാത്രമാണല്ലോ, അതുകൊണ്ടുണ്ടാകുന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം തൊട്ടേ ഒരു ട്രസ്റ്റാക്കി, ട്രസ്റ്റിൻ്റെതിലാണ് നമ്മൾ ധ്യാനം നടത്തേണ്ടത്. പിന്നീടാണ് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ ധ്യാനകേന്ദ്രമായി. ഇപ്പോഴും കോട്ടയം രൂപതയായിട്ട് ചേർന്ന് അതിൻ്റെ ആത്മീയ നേതൃത്വത്തിൽ ധ്യാനകേന്ദ്രം പ്രവർത്തിക്കുന്നു. ഈ 2000 ആണ്ടിൽ ഈ കുട്ടികളുടെ ധ്യാനം ആരംഭിക്കുമ്പോൾ നമുക്ക് എവിടുന്ന് തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റും? അന്ന് നമ്മളുടെ ഈ 89-ലൊക്കെ ധ്യാനം കൂടിയ വ്യക്തികൾ അവരുടെ പ്രൊഫഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, പിന്നെ അവർ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നു, അവരെല്ലാം പിള്ളേരെ കൊണ്ടുവരുമായിരുന്നു ഇങ്ങനെ ധ്യാനത്തിലായിട്ട്. സ്കൂളുകളിലേക്ക്, സ്കൂളിൽ നിന്നും ഇടവകയിൽ നിന്നുമൊക്കെ ധ്യാനങ്ങൾ കൊണ്ടുവരും. അങ്ങനെ വരുന്ന കുട്ടികൾ പിന്നെ അവരുടെ മാതാപിതാക്കൾ വരാൻ തുടങ്ങി. അങ്ങനെ അവരുടെ സഹായം കൊണ്ടാണ് ഇന്നിപ്പോൾ കാണുന്ന ഇപ്പോൾ 800 പേരോളം താമസിക്കാൻ പറ്റുന്ന ഒരു ധ്യാനകേന്ദ്രമായിട്ട് ബിൽഡപ്പ് ചെയ്തത്. ഒരു ധ്യാനകേന്ദ്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അതൊരു മാസം തോറും ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവ് വേണ്ടി വരും ഇതൊക്കെ ഒന്ന് റൺ ചെയ്ത് പോകണമെങ്കിൽ. അപ്പം നമ്മുടെ ധ്യാനത്തിൽ വരുന്നത് കൂടുതലും കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ കയ്യിൽ അങ്ങനെ വലിയ പൈസ കാര്യങ്ങളൊന്നും കാണത്തുമില്ല. അവരാ കഷ്ടിച്ച് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഫീസ്, അത് ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കും വന്ന് ഫീസ് അടച്ചേച്ചും പോകുന്നത്. അപ്പോൾ ഈ പിള്ളേരൊക്കെ ആകുമ്പോൾ കുറേ എന്തെങ്കിലുമൊക്കെ ഈ കിടക്കയോ കാര്യങ്ങളോ അതൊക്കെ നശിപ്പിച്ച് വെച്ച് പോവുകയും ചെയ്യും. പിള്ളേരുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു വരുമാനമൊക്കെ എങ്ങനെയായിരുന്നു കാര്യങ്ങളോട് പോകാനായിട്ട്? ശരിക്കും നമ്മൾ പറയുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും കുട്ടികളുടെ ധ്യാനം നടത്തിയവരെല്ലാം തന്നെയും നമുക്കിപ്പോൾ തോന്നുന്നുണ്ട് വരുമാനമില്ലാന്ന് തോന്നുന്നു. പക്ഷെ ദൈവം അവരെ എന്ത് ചെയ്യുന്നു? പരിപാലിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ അടയാളം, ഞങ്ങൾ കുട്ടികളെ ധ്യാനം നടത്തി ദൈവകൃപയാൽ കുഞ്ഞുങ്ങൾ സജീവമായിട്ട് വന്നു. അപ്പം നമുക്ക് കുട്ടികൾ വന്ന് ഒന്നും തരുന്നില്ലെങ്കിലും അവരുടെ കുട്ടികളിലുണ്ടായ മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നു? അനേകരെ സ്വാധീനിച്ച് അവർ വന്ന് നമ്മളെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് തക്ക സമയത്ത്. അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കുര്യനോസ് സാറ്, സിബിമാർ സാറ്, പിന്നെ ഒരു ഇവരുടെ ഇടയിലെ മക്കളൊക്കെ വന്ന്, എന്ന് വെച്ചാൽ അതേപോലെയുള്ള പലരുടെയും മക്കളൊക്കെ വന്ന് ധ്യാനം കൂടി അവർക്ക് കിട്ടിയ ചില അനുഭവങ്ങൾ ബോധ്യത്തിൽ അവരൊക്കെ നമ്മളെ എന്ത് ചെയ്തു സഹായിക്കാൻ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രോഗ്രാമിന് വരുന്നു, നമ്മുടെ ആനിമേറ്ററായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വേണ്ട ഉപദേശ സമിതിയിലൊക്കെ അംഗങ്ങളെ സഹായിക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും? സമൂഹത്തിൻ്റെ മുമ്പിൽ ദൈവകൃപയാൽ നമുക്ക് പറയില്ല, ഒരു അവർ നമ്മൾ ജനുവിനാണെന്നൊക്കെ തെളിയിക്കാൻ ഒരു പരിധിവരെയും കാരണമായി. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം അന്ന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവരാജ്യം പണിയുക. നമുക്ക് എൻ്റെ പപ്പ, ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ ഓർക്കുന്ന പപ്പയുടെ വാക്കാണ്. പപ്പ ധ്യാനം കൂടിയിട്ട് വന്ന് പറയുന്നൊരു വാക്കാണ്. വാടക വീട്ടിൽ താമസിക്കുന്നത്, കോട്ടേഴ്സിൽ. ഒരു ഒറ്റ മുറിയേ ഉള്ളൂ, പിന്നെ ഒരു സ്വീകരണ മുറിയും ഒരു അടുക്കളയും. പക്ഷെ പപ്പ പറയാം, നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ അതൊരു ആശ്രമമായിരിക്കും. പക്ഷെ അന്നൊന്നും ഞങ്ങൾക്ക് ആശ്രമത്തിൻ്റെ അർത്ഥമൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അത് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഏറെക്കുറെ അതൊരു ആശ്രമം പോലെ തന്നെ. വീടിൻ്റെ സെറ്റപ്പ് എല്ലാം അങ്ങനെയാണ്. വീടിൻ്റെ സെറ്റപ്പ് അങ്ങനെയായി. ധാരാളം പ്രഗത്ഭരായ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളൊക്കെ ഈ ക്രിസ്ത്യനിൽ വന്ന് ധ്യാനം കൂടി പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അവരുടെയൊക്കെ ഇപ്പോഴുള്ള, അല്ലെങ്കിൽ അവർ ഈ ധ്യാനത്തെക്കുറിച്ചൊക്കെ എന്താ പറയുക, ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചോ? ഇന്നും അവരുമൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നും ദൈവകൃപയാലും മുടങ്ങാതെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ഒരു മുടക്കവും വന്നിട്ടില്ല. കോവിഡിൻ്റെ സമയത്ത് നമ്മൾ എല്ലാ ധ്യാനം അടച്ചു. നമ്മളത് എന്ത് ചെയ്തു? കോവിഡ് സെൻ്ററായിട്ട് മാറ്റി. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ ശുശ്രൂഷ ചെയ്തു. കോവിഡ് സമയത്ത് ശരിക്കും ക്രിസ്ത്യൻ ഒരു കോവിഡ് സെൻ്റർ ആയിരുന്നു, കോവിഡ് സെൻ്റർ ഗവൺമെൻറ്റിൻ്റെ. പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാം നമ്മുടെ ശുശ്രൂഷ. ഞങ്ങളൊക്കെ അതിനകത്ത് രോഗികളെ പരിചരിക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നു, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. നമ്മൾ ആ ദൗത്യം ചെയ്തു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്തു? അതിൻ്റെ പല ധ്യാനകേന്ദ്രക്കാരെ കുറിച്ചുള്ള ഒരു ആരോപണം, കോവിഡിൻ്റെ സമയത്ത് അവരുടെ ശുശ്രൂഷകരെ ആരും തിരിച്ചു നോക്കിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ കൂടെയുള്ള ശുശ്രൂഷകരെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയോ സഹായിക്കുകയോ കൂടെ ചേർത്ത് നിർത്തുകയോ എന്തെങ്കിലും ചെയ്തോ, അതോ എല്ലാത്തിനെയും പിരിച്ചുവിട്ടോ? നമുക്ക് പല രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റി. പ്രധാനമായിട്ട് നമ്മളെ സംബന്ധിച്ചോളം ഈ ജോലി എടുക്കുന്നവർക്ക്, ജോലി ശുശ്രൂഷ ചെയ്തവരുണ്ട്, അവർക്ക് അതിന് ആ രീതിയിൽ നമുക്ക് സഹായിക്കാൻ, അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ നമുക്ക് നമ്മുടെ കൂടെ ആരെയും പിരിച്ചുവിട്ടില്ല നമ്മൾ. കാരണം നമുക്ക് അപ്പോഴും
10, 100, 200 പേരുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ നമ്മൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള മത്സ്യത്തൊഴിലാളികളൊക്കെ വന്നപ്പോൾ അവർക്ക് വേണ്ടി ആ സമയത്ത് നമ്മൾ ധ്യാനങ്ങൾ നടത്തി, കോവിഡുകാരെ മാത്രം വെച്ചുകൊണ്ട്. കാരണം എല്ലാവരും അവിടെ താമസിക്കുന്നു, എല്ലാവരും നമ്മൾ ഒരുമിച്ച് ഹോളിൽ കൂട്ടുന്നു, അവർക്ക് വേണ്ട ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നു. വാസ്തവത്തിൽ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ ലൈവായിട്ട് പോയിക്കൊണ്ടിരുന്നു. നമുക്ക് യാതൊരു, കാരണം എല്ലാ സ്റ്റാഫും ഒരു ബുദ്ധിമുട്ടും വന്നില്ല. കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു. സാമ്പത്തിക കാര്യങ്ങളും എല്ലാം ആ സമയത്ത് ക്രമീകരിക്കപ്പെട്ടു. എപ്പോഴും 10, 100 പേര്, 100, 200 പേരൊക്കെ കോവിഡിന് താമസിക്കാനുണ്ട്, ഈ രോഗികളായിട്ട്. അപ്പം നമ്മളാണ് അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ശുശ്രൂഷ ചെയ്യുന്നത്, നമ്മുടെ സ്റ്റാഫും നമ്മുടെ. അപ്പോൾ അവർക്ക് നമ്മുടെ എക്സ്ട്രാ സ്റ്റാഫ് വരുന്നില്ല. അപ്പോൾ സ്റ്റാഫിന് വേണ്ട സാലറി ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുമല്ലോ, അവർ അതിനുള്ള അലവൻസ് കിട്ടുമല്ലോ. അതിപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ആയിട്ട് കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് കിച്ചൺ അടയ്ക്കേണ്ടി വന്നില്ല, ഒന്നും തന്നെ നമുക്ക് ബ്രേക്ക് ആയിട്ടില്ല. ശരിക്കും ഇപ്പോൾ ക്രിസ്ത്യനിൽ എത്ര സ്റ്റാഫുകളുണ്ട്? ഇപ്പോൾ ഏകദേശം മുഴുവൻ സമയമായിട്ട് 20 സ്റ്റാഫുണ്ട്. പിന്നെ നമ്മൾ ധ്യാനങ്ങൾ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് വർക്ക് ചെയ്യുന്ന ഒരു 15 പേരോളം ഉണ്ട്. അവർ പലരിൽ. നമുക്ക് അങ്ങയുടെ ഈ കുടുംബജീവിതത്തിലേക്കൊക്കെ ഒന്ന് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർ അറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ നമ്മൾ ഈ ശുശ്രൂഷകരെ നമ്മൾ സ്റ്റേജിൽ നിന്നുകൊണ്ടുള്ള പെർഫോമൻസ് ആണല്ലോ പ്രേക്ഷകർ കാണുന്നത് കൂടുതലും, ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുന്നവർ. പക്ഷേ പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ അറിവുകളൊന്നും അവർക്കുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതം, കുടുംബജീവിതം ഒക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയൊന്ന് അറിയാനുള്ള താല്പര്യം നമ്മുടെ പ്രേക്ഷകർക്കുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അങ്ങയുടെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ, ദൈവം നടത്തുന്ന വഴികൾ ഒക്കെ നമുക്കൊന്ന് പങ്കുവയ്ക്കാം. അതുവരെ നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. സന്തോഷ് ചേട്ടൻ്റെ ജീവിതാനുഭവങ്ങളുടെ 2ാം ഭാഗം നമുക്ക് അടുത്തയാഴ്ച കേൾക്കാം. അതുവരെ എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ്.